കഴിഞ്ഞ ദിവസം വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കുട്ടികൾ RSSന്റെ ഗണഗീതം ഈ ട്രെയിനിലിരുന്ന് പാടി. ആ പാടുന്ന വീഡിയോ സതേൺ റെയിൽവേ പങ്കുവച്ചു. ഇതോടെ അത് വലിയ വിവാദമായി മാറുകയാണ്. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഈ കുരുന്നുകളെ പോലും ഈ വിവാദത്തിന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയൊക്കെ ഭാഗമാക്കാനായിട്ട് കേരളത്തിലെ പ്രധാന പാർട്ടികൾ പോലും മുന്നിട്ടിറങ്ങുന്നതെന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് ആ പാട്ടിൽ, ആ ഗാനത്തിൽ അപരമത വിദ്വേഷം, വർഗീയത, പിന്നെന്തൊക്കെയോ വിഷമുണ്ടെന്നൊക്കെയാണ്. നിങ്ങൾ ആ പാട്ട് കേട്ടിട്ട് എവിടെയാണ് ഈ പറയുന്ന തരത്തിലുള്ള അപരമത വിദ്വേഷവും വർഗീയതയും വിഷവുമൊക്കെ ഇരിക്കുന്നതെന്നുള്ളത് ആരെങ്കിലും ഒന്ന് പറയണം. VD സതീശനായാലും മുഖ്യമന്ത്രി പിണറായി വിജയനായാലും ഇവരൊക്കെ ഒരേ സ്വരത്തിൽ പറയുകയാണ് RSSന്റെ ഗണഗീതം വിദ്യാർത്ഥികളിലൂടെ, കുട്ടികളിലൂടെ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് ഇവിടെ കലാപമുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അപരമത വിദ്വേഷം ഉണ്ടാക്കാനൊക്കെ സംഘപരിവാർ ഒളിച്ചു കടത്തുകയാണെന്നൊക്കെയാണ്. എന്തിനാണ് ഈ കുരുന്നുകളോട് പോലും ഇത്തരത്തിലുള്ള ഈ വൃത്തികെട്ട രാഷ്ട്രീയ കളി കളിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളത് ഒരേ ഒരു MP മാത്രമാണ്. ഞാൻ പറഞ്ഞത് ലോക്സഭയിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ഒരേ ഒരു MP മാത്രം, അത് സുരേഷ് ഗോപിയാണ്. എന്നിട്ട് പോലും കേരളത്തിന് കിട്ടേണ്ടതെല്ലാം കേന്ദ്രം നൽകുന്നുണ്ട്. ഈ വന്ദേ ഭാരതിന്റെ കാര്യമാണെങ്കിൽ പോലും എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരേക്ക് ഈ വന്ദേ ഭാരത് ഇട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സർക്കാരിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ വല്ലതും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഒരുപോലെയാണ്. ആ ഒരൊറ്റ കാര്യം മുൻനിർത്തി ആയിരിക്കുമല്ലോ കേന്ദ്ര സർക്കാർ കേരളത്തിനും കൂടി ഒരു വന്ദേ ഭാരത് അനുവദിച്ചത്. ഏറ്റവും വലിയ രസം എന്താണെന്നറിയാവോ? ആദ്യത്തെ വന്ദേ ഭാരത് വന്നപ്പോൾ ഇവരുടെ പരാതി എന്തായിരുന്നോ? ആ വന്ദേ ഭാരതിന്റെ കളർ ഓറഞ്ച് ആയിരുന്നു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കാരണം കണ്ടുപിടിക്കുന്നതാണ്. അങ്ങനെ എന്തൊക്കെ തരത്തിൽ വിവാദം ഉണ്ടാക്കാവോ, എന്തൊക്കെ നല്ല പദ്ധതികൾ വന്നാൽ പോലും അതിന് ഇതുപോലെ വിവാദങ്ങളിലൂടെയും വെറുപ്പിലൂടെയും മാറ്റുക എന്നുള്ളതാണ് ഇവിടുത്തെ ഈ പാർട്ടികളുടെ പ്രധാനപ്പെട്ട പരിപാടി. എന്നിട്ട് ഇവിടെ വികസനം തരുന്നില്ല, ഫണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞ് കരച്ചിലും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലിയ ഒരു പോസ്റ്റ് തന്നെയാണ് അദ്ദേഹം എഴുതിയിട്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ആകെ കലിപൂണ്ടിരിക്കുവാണ്. അദ്ദേഹം പറയുന്നത് ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കും, ഇത് വളരെ ഗൗരവകരമായ കാര്യമാണെന്നാണ്. എന്റെ ശിവൻകുട്ടി സാറേ, ഇതിലെന്താണ് ഇത്ര ഗൗരവകരമായ കാര്യം ഇരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് എന്തിന്റെ പേരിലാണ് കേസെടുക്കാൻ വേണ്ടി പോകുന്നത്? എന്തിന്റെ പേരിലാണ് കേസെടുക്കാൻ പറ്റുക? ആദ്യത്തെ കാര്യം, ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് ആ കുട്ടികൾ CBSE ആണ്. ഇനി CBSE ആണെങ്കിലും അല്ലെങ്കിലും എന്തു പറഞ്ഞിട്ടാണ് നിങ്ങൾ നടപടി സ്വീകരിക്കാൻ പോകുന്നത്? എന്തിന്റെ പേരിലാണ് നിങ്ങൾ നടപടി സ്വീകരിക്കാൻ പോകുന്നത്? പരമപവിത്രമദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന് തുടങ്ങുന്ന പാട്ടിൽ അതിന്റെ മൊത്തം വരികൾ നിങ്ങൾ പരിശോധിക്കൂ. അവിടെ എവിടെയാണ് വർഗീയത ഇരിക്കുന്നത്? എവിടെയാണ് അപരമത വിദ്വേഷം ഇരിക്കുന്നത്? എവിടെയാണ് വെറുപ്പിരിക്കുന്നത്? എന്നിട്ടും നിങ്ങൾ ഈ പറയുന്നത് പോലെ ആ കുരുന്നുകളെ പോലും ഗൂഢമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിനായിട്ട് ഈ പൊതുസമൂഹത്തിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. ഉപദ്രവിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതേ ശിവൻകുട്ടി തന്നെയാണ് ഈ പറയുന്നത് പോലെ പള്ളുരുത്തിയിൽ നടന്ന ആ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി, ആ വിദ്യാർത്ഥിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വലിയ വായിൽ സംസാരിച്ചത് അല്ലെ? ആ കുട്ടിക്ക് ആ കുട്ടിയുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ഹനിക്കാനായിട്ട് ഇവിടെ ആർക്കും അവകാശമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ വർത്താനം പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് ഈ പറയുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു പരിപാടി, ഒരു ഉദ്ഘാടനം, അല്ലാതെ എല്ലാ തരത്തിലുള്ള യാത്രക്കാർ പോകുന്ന ട്രെയിൻ പോലുമല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് വേണേൽ പറയാം പൊതുഗതാഗതമാണ്. പൊതുഗതാഗതത്തിൽ പല മാനസികാവസ്ഥയിലുള്ള ആളുകൾ സഞ്ചരിക്കുന്നുണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് ഇത്തരം പാട്ട് പാടുന്നതൊക്കെ മോശമാണെന്നുള്ളത് നമുക്ക് പറയാം. പക്ഷെ ഇത് അതുപോലുമല്ല, ഒരു ഉദ്ഘാടന പരിപാടിയാണ്, ഉദ്ഘാടനത്തിന് വേണ്ടി തുടങ്ങി വച്ചിരിക്കുന്നതാണ്. ആ ഒരു കാര്യത്തെ പോലും ഇത്രയും അധികം പെരുപ്പിച്ച് കാട്ടി അതിന്റെ പേരിൽ നടപടി എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോ ആ കുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ലേ സാർ? ആ കുട്ടികൾക്ക് പാട്ട് പാടാനുള്ള സ്വാതന്ത്ര്യമില്ലേ? എന്നിട്ട് ഇതൊക്കെ ഒരു ഗിമ്മിക്കാണ്. ഈ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഇടത് വലത് പാർട്ടികൾ നടത്തുന്ന ഒന്നാന്തരം ഗിമ്മിക്ക്. എത്ര നാളെന്ന് പറഞ്ഞാണ് ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് പെരുമാറാൻ പറ്റുക? കഷ്ടം, വളരെ കഷ്ടമാണ്. ഈ എനിക്ക് ഏറ്റവും വലിയ വിഷമം, സങ്കടം എന്ന് പറയുന്നത് ആ കുരുന്നുകളെ പോലും ഇതിനകത്തേക്ക് വലിച്ചിട്ടു എന്നുള്ളതാണ്. കഷ്ടം, വളരെ കഷ്ടം.